ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മുടെ സഹമധ്യ സാക്ഷിയായി നിൽക്കുന്നത് നമ്മുടെ സഭയിലെ അസിസ്റ്റൻ്റ് പാസ്റ്ററിൻ്റെ വൈഫായ ലിസി സിസ്റ്ററാണ് ഇന്ന് നമ്മോടൊപ്പം സാക്ഷ്യം പറയാനായിട്ടുള്ളത്. തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, എല്ലാവർക്കും ലിസി സിസ്റ്റർ എന്ന് പറയുന്നത് സ്വദേശത്തും വിദേശത്തും ആയിരിക്കുന്നവർക്ക് രാത്രി ആമത്തിൽ അനേകരുടെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ആൻറ്റി കൂടിയാണ്. ഈ ആൻറ്റി ഇന്ന് നമ്മുടെ മധ്യ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് 21-ാം തീയതി ജാനുവരി മാസം 21-ാം തീയതി നടന്ന ഞായറാഴ്ചയിൽ കർത്തദാസൻ കൈ ചൂണ്ടി പേര് വിളിച്ചു ഒരു അത്ഭുത ദൂതിനെ കൈമാറുവാനിടയായി. അത് തൻ്റെ ജീവിതത്തിൽ അപ്രകാരം സംഭവിച്ചു. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് കർത്താവിൻ്റെ സ്ഥലം ഒരു സാക്ഷിയാൽ നിൽക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കുവാനിടയായി. ഞാൻ അനേക നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു. ആരോടും പറഞ്ഞില്ല. ഞാനും എൻ്റെ കുടുംബനാഥനും കൂടി ഈ വിഷയങ്ങൾ രാത്രിയിലിരുന്ന് 12 മണിക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വസ്തുവിൻ്റെതായ വിഷയം അവർ അനേക നാളുകളായിട്ട് അത് വിൽക്കുവാനായിട്ട് നോക്കിയിട്ടൊന്നും നടക്കുന്നതല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് മുഖേന ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തി തന്നു. അത് അവരറിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടി ലിസി ഒരു കാര്യം ചെയ്യേ, ഞങ്ങളുടെ ഈ വിഷയം ഒന്ന് നടക്കണം, അതിനു വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു നന്മ സിസ്റ്ററിന് തരും എന്ന് പറഞ്ഞു. ഞാൻ ആ 3 ദിവസം അവർക്ക് വേണ്ടി ഉപവസിപ്പാനിടയായി. എങ്കിലും ആ സമയത്ത് ദൈവം അല്പനേരം ഒന്ന് മാറ്റിവെച്ച് കുറച്ച് കഴിയട്ടെ എന്ന് ദൈവം വിചാരിച്ചു. എങ്കിലും ഞങ്ങളുടെ ഈ വിഷയം ഞങ്ങൾ രാത്രി കാലം എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ദാസൻ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദാസൻ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, ലിസി സിസ്റ്റർ ഉപജീവ ജോലിക്ക് കടന്നു പോകുന്ന ഭവനത്തിൽ നിന്നും ഒരു വലിയൊരു നന്മ ലഭിക്കാൻ പോകുന്നു. ഞാൻ പാസ്റ്ററെടുത്തോ ഈ സഭയിലുള്ള ഒരു വിശ്വാസികളോടുകൂടി ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. ലിസി സിസ്റ്ററെ, നീ ജോലി ചെയ്യുന്നിടത്ത് ഒരു അത്ഭുതത്തിന്റെ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ആ കുടുംബത്തിനകത്ത് നിന്റെ മേലൊരു അത്ഭുതം ആ സിസ്റ്ററിന് മേൽ സംഭവിക്കുന്നുണ്ട്. ലിസി സിസ്റ്ററിന് മേൽ തോളിൽ വന്ന് വീഴുന്നുണ്ട്. ദൈവത്തിന്റെ ദാസൻ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, ലിസി സിസ്റ്റർ ഉപജീവ ജോലിക്ക് കടന്നു പോകുന്ന ഭവനത്തിൽ നിന്നും ഒരു വലിയൊരു നന്മ ലഭിക്കാൻ പോകുന്നു. ഞാൻ പാസ്റ്ററെടുത്തോ ഈ സഭയിലുള്ള ഒരു വിശ്വാസികളോടുകൂടി ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ദാസനിലൂടെ വെളിപ്പെടുത്തി അത് എൻ്റെ ജീവിതത്തിൽ ദാസൻ പറയുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ആഴ്ച കടന്നു പോയപ്പോൾ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. വലിയൊരു തുക എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ ഇടവന്നു. ആ ഭവനത്തിൽ നിന്നും എൻ്റെ മേഡം, ഞാൻ ജോലിക്ക് പോകുന്നത് കലാകൗമുദി റോഡിലാണ്. അവിടുത്തെ മേഡം ഡോക്ടറാണ്, സുമി ഐസക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ തരുവാൻ ഇടയായി. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക നന്മകൾ ചെയ്യുന്ന മേഡമാണ്. ദൈവം എനിക്കായിട്ട് ആ മേഡത്തെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതെൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ എത്ര വർണ്ണിച്ചാലും മതി വരില്ല. ഞങ്ങളുടെ സ്ഥിതിയിൽ നിന്ന് ഇത്രത്തോളം മാറ്റം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഏവർക്കും ദൈവനാമത്തിൽ നന്ദി പറയും. എൻ്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നു. പ്രിയമുള്ളവരെ, ദൈവം അത് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ ഇരുന്നു കൊള്ളുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അവൻ തങ്ങളുടെ ജീവിതത്തിൽ അനേക രാത്രിയിൽ ഇന്ന് ഞാൻ പറയട്ടെ, അവൻ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പനോട് അവൻ യാചിക്കുന്ന ഏവനും അവൻ കൃത്യസമയത്ത് കർത്താവ് മറുപടി കൊടുക്കും. അവരുടെ ഭവനത്തിൽ ഒരു വിഷയത്തിൽ അവർ ഭാരപ്പെട്ട് ഇനി എന്താവും, ഏത് വഴി തുറന്നു വരുമെന്ന് പ്രത്യാശയോടെ കാത്തിരുന്നു. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അവർ കുടുംബമായി കർത്താവിൻ്റെ സന്നിധിയിൽ ആ വിഷയത്തിൽ ഉറച്ചിരുന്നതിനാൽ കർത്താവ് കൃത്യസമയത്ത് തന്നെ ആ അത്ഭുത പ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.